ഹലോ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒന്നാമത്തെ ചാപ്റ്ററിൽ എക്സാമിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ പഠിച്ചുല്ലേ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സെക്കൻഡ് ചാപ്റ്ററിൽ എക്സാമിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ്. സെക്കൻഡ് ചാപ്റ്ററിന്റെ പേരാണ് രാജാക്കന്മാര്, കർഷകര്, നഗരങ്ങൾ. ഇതാണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേര്. ഇതിൽ ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് കൊടുത്തിട്ടുള്ളത് എല്ലാ എക്സാമിനും വൺ വേർഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ഭാഗമാണ് പ്രിൻസപ്പും പിയദശിയും എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗം. മാച്ച് ദ ഫോളോവിംഗ് ആയിട്ടൊക്കെ ചോദിക്കുന്ന ഒരു ഏരിയയും കൂടിയാണ് കേട്ടോ. അപ്പൊ നല്ലോണം ശ്രദ്ധിച്ചിട്ട് പോവുക. അപ്പൊ എന്താണ് പ്രിൻസപ്പും പിയദശിയും എന്നുള്ള ഈ ഭാഗത്തിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് എന്നാണ് ആദ്യം പറയണത്. അതായത് 1930കളിലെ ഇന്ത്യൻ ശിലാലിഖിത ശാസ്ത്രത്തിലെ ഒരുപാട് പുരോഗതികൾ ഉണ്ടായി. അതായത് പുരാതന നാണയങ്ങളിലും ലിഖിതങ്ങളിലൊക്കെ ഉപയോഗിച്ചിരുന്ന ബ്രാഹ്മി, ഖരോഷ്ടി എന്ന് പറയുന്ന ലിഖിതങ്ങള്, അതായത് നിഗൂഢ ലിപികളാണ് കേട്ടോ. അത് ആദ്യമായിട്ട് വായിച്ചെടുത്തത് ജെയിംസ് പ്രിൻസപ്പ് എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹമാണ് ഈ ഒരു കാലഘട്ടത്തിൽ ഇത് വായിച്ചെടുത്തത്. അദ്ദേഹം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ ഉദ്യോഗസ്ഥനായിരുന്നു. ഈ ലിഖിതങ്ങളിലെല്ലാം തന്നെ പിയദശി എന്ന് പറയുന്ന രാജാവിനെ സൂചിപ്പിക്കുന്നുണ്ടെന്ന് അദ്ദേഹം കണ്ടെത്തി. പിയദശി എന്ന് പറയുന്ന രാജാവിനെ ബുദ്ധഗ്രന്ഥങ്ങളുമായിട്ട് താരതമ്യം ചെയ്തപ്പോഴാണ് അത് അശോക ചക്രവർത്തിയാണെന്ന് കണ്ടെത്തിയിട്ടുള്ളത്. മൗര്യൻ സാമ്രാജ്യത്തിലെ പ്രശസ്തനായ ഭരണാധികാരി അശോക ചക്രവർത്തിയാണ് പിയദശി എന്ന് പറയുന്നത് എന്ന് അദ്ദേഹം കണ്ടെത്തി. അപ്പോ ജെയിംസ് പ്രിൻസപ്പ് ആണ് നിഗൂഢ ലിപികളായിട്ടുള്ള ബ്രാഹ്മി, ഖരോഷ്ടി എന്നീ ലിപികൾ ആദ്യമായിട്ട് വായിച്ചെടുത്തത്. അതിൽ പിയദശി എന്ന് പറയുന്ന രാജാവിനെ സൂചിപ്പിക്കുന്നുണ്ടെന്ന് കണ്ടെത്തി. ആ പിയദശി എന്ന് പറയുന്നത് അശോക ചക്രവർത്തിയാണ് എന്നും ബുദ്ധഗ്രന്ഥങ്ങളുമായിട്ട് താരതമ്യം ചെയ്തപ്പോൾ കണ്ടെത്താൻ സാധിച്ചു. ഇത് എക്സാമിന് ഇമ്പോർട്ടന്റ് ആണ്, വൺ വേർഡിൽ വരും. അതായത് ജെയിംസ് പ്രിൻസപ്പ് കണ്ടെത്തിയത് പിയദശി, അതേപോലെ പിന്നെന്താ കണ്ടെത്തിയത് ബ്രാഹ്മി, ഖരോഷ്ടി ലിപി. പിയദശി ആരാണ്? അശോക ചക്രവർത്തിയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിട്ട് പോവാട്ടോ. ഇനി അടുത്തൊരു ഭാഗമാണ് മഗധ. എല്ലാ എക്സാമിനും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ് കേട്ടോ. മഹാജനപദങ്ങളില് ഒന്നാമനായിട്ട് വളർന്നു വരാനുള്ള കാരണം. മഹാജനപദങ്ങളിൽ ഒന്നാമനായിട്ട് മഗധ വളർന്നു വരാനുള്ള കാരണം എന്തൊക്കെയെന്നില്ല എക്സാമിന് ചോദിക്കും. അപ്പൊ ആദ്യം എന്താണ് മഹാജനപദം എന്നുള്ളൊരു അറിവ് നിങ്ങൾക്ക് ഉണ്ടാവണം. അപ്പൊ മഹാജനപദം എന്ന് പറഞ്ഞാല് ജനങ്ങളുടെ പാദം പതിഞ്ഞ പ്രദേശം. അതിനെയാണ് നമ്മൾ എന്ത് പറയണത്? മഹാജനപദം അല്ലെങ്കിൽ ജനപദം എന്ന് പറയുന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. അല്ലെങ്കിൽ ജനങ്ങളോ ഗോത്രമോ വാസമുറപ്പിച്ചിരുന്ന പ്രദേശത്തെയാണ് ജനപദം എന്ന് പറയുന്നത്. ഇനി BC 6ാം നൂറ്റാണ്ടിലെ ഒരുപാട് രാഷ്ട്രങ്ങൾ ഉത്തരേന്ത്യയിൽ വളർന്നു വന്നു. അതിലെ മഹാജനപദങ്ങൾ എന്ന് പറയുന്ന 16 വലിയ രാഷ്ട്രങ്ങളും വളർന്നു വന്നിരുന്നു എന്നാണ് പറയുന്നത്. BC 6ാം നൂറ്റാണ്ടിൽ ഒരുപാട് രാഷ്ട്രങ്ങൾ വളർന്നു വന്നു. അതിലെ മഹാജനപദങ്ങൾ എന്ന് പറയുന്ന 16 വലിയ രാഷ്ട്രങ്ങളും വളർന്നു വന്നു. മഹാജനപദങ്ങളിലെ മിക്കതിലും രാജവാഴ്ചയാണ് നിലനിന്നിരുന്നത്. എന്നാൽ ചില മഹാജനപദങ്ങളിലെ സംഘഭരണവും നിലനിന്നിരുന്നു. ജനപ്രതിനിധികളുടെ ഭരണത്തെയാണ് സംഘഭരണം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി മഹാജനപദങ്ങൾക്കെല്ലാം തന്നെ തലസ്ഥാന നഗരം ഉണ്ടായിരുന്നു. അവയെ കോട്ട കെട്ടി സംരക്ഷിക്കുകയും ചെയ്തിരുന്നു. ഇത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ നിങ്ങൾ മഹാജനപദങ്ങൾ എന്താന്ന് ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ അതിന്റെ സവിശേഷതകൾ എന്തൊക്കെയാന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2 മാർക്കിനൊക്കെ ഇത് ചോദിക്കുള്ളൂ. അങ്ങനെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എഴുതി വെക്കേണ്ട കാര്യങ്ങളാണ്. അതായത് ജനപദം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ജനങ്ങളുടെ പാദം പതിഞ്ഞ പ്രദേശം. അതുമല്ലെങ്കിൽ ജനങ്ങളോ ഗോത്രമോ വാസമുറപ്പിച്ചിരുന്ന പ്രദേശത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ജനപദം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ജനപദങ്ങളുടെ അല്ലെങ്കിൽ മഹാജനപദങ്ങളുടെ സവിശേഷതകൾ എന്തൊക്കെയാണ്? 16 മഹാജനപദങ്ങളാണ് ഉണ്ടായിരുന്നത്. എല്ലാ മഹാജനപദങ്ങൾക്കും തലസ്ഥാന നഗരങ്ങൾ ഉണ്ടായിരുന്നു. അവയെ കോട്ട കെട്ടി സംരക്ഷിച്ചിരുന്നു. ചില മഹാജനപദങ്ങളിലെ സംഘഭരണവും നിലനിന്നിരുന്നു. ചിലതിലെ രാജവാഴ്ചയും നിലനിന്നിരുന്നു. ഇത്രയും കാര്യങ്ങൾ എന്താണ് മഹാജനപദം എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ പഠിച്ചു വെക്കേണ്ട കാര്യങ്ങളാണ്. ഇനിയാണ് എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് എല്ലാ എക്സാമിനും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യന്. മഗധ. 16 മഹാജനപദങ്ങളിൽ ഒന്നാമനായിട്ട് മഗധ വളർന്നു വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാന്ന് ചോദിക്കും. അപ്പൊ അതിൽ പറയേണ്ടത് ഈ മഗധ എന്ന് പറഞ്ഞാല് ഇന്നത്തെ ബീഹാറിലെ പാട്ന, ഗയ എന്നീ ജില്ലകൾ ഉൾപ്പെട്ടതാണ് മഗധ എന്ന് പറയുന്നത്. ബീഹാറിലെ പാട്ന, ഗയ ഈ ജില്ലകൾ ഉൾപ്പെട്ടതാണ് എന്ത്? മഗധ എന്ന് പറയുന്ന പ്രദേശം.
16 മഹാജനപദങ്ങളിലെ ഒന്നാമനായിട്ട് മഗധ വളർന്നു വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാന്ന് ചോദിക്കുക. ഒന്നാമത്തെ കാരണമാണ് ഫലഭൂയിഷ്ടമായിട്ടുള്ള പ്രദേശമായിരുന്നു മഗധ. മഗധ എന്ന് പറഞ്ഞാൽ ഫലഭൂയിഷ്ടമായിട്ടുള്ള പ്രദേശമായിരുന്നു. അവിടുത്തെ എക്കൽ മണ്ണ് കൃഷിക്ക് അനുയോജ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഉൽപാദനം വർദ്ധിക്കാനും അതുമൂലം മിച്ചോൽപാദനം ഉണ്ടാക്കാനും അവർക്ക് സാധിച്ചു. അപ്പൊ ഒന്നാമത്തെ കാരണം മഗധ എന്ന് പറയുന്നത് ഫലഭൂയിഷ്ടമായിട്ടുള്ളൊരു പ്രദേശമായിരുന്നു. ഇനി രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞാല് തലസ്ഥാനത്തോട് ചേർന്നുള്ള ഇരുമ്പ് ഖനികള് മഗധയുടെ കൈവശമായിരുന്നു. മഗധയുടെ തലസ്ഥാനത്തോട് ചേർന്നുള്ള ഇരുമ്പ് ഖനികള് മഗധയുടെ കൈവശമായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് ഇരുമ്പ് കൊണ്ടുള്ള ഒരുപാട് ആയുധങ്ങളും ഉപകരണങ്ങളൊക്കെ നിർമ്മിക്കാൻ സാധിച്ചു. അതാണ് രണ്ടാമത്തെ കാരണം. ഇനി മൂന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാല് അവര് സൈന്യത്തിലെ പ്രധാന ഘടകമായിരുന്നു ആനകൾ എന്ന് പറയുന്നത്. മഗധൻ സൈന്യത്തിന്റെ പ്രധാനപ്പെട്ട സവിശേഷതയാണ് സൈന്യത്തില് ആനകളുടെ ഉപയോഗം. അതായത് മഗധൻ വനങ്ങളിലെ ആനകള് സുലഭമായിട്ട് ലഭിച്ചിരുന്നു. അവര് ആനകളെ ഉപയോഗിച്ചുകൊണ്ടാണ് യുദ്ധത്തിനൊക്കെ പോയിരുന്നത്. അതുമൂലം അവർക്ക് ചതുപ്പ് നിലങ്ങളിലൂടെ മുന്നേറാനും കെട്ടിടങ്ങളൊക്കെ തകർക്കാനും പെട്ടെന്ന് സാധിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ മൂന്നാമത്തെ കാരണം സൈന്യത്തിലെ ആനകളുടെ ഉപയോഗം. ഇനി അടുത്തതാണ് ഗംഗയും അതിന്റെ പോഷക നദികളും. നാലാമത്തെ കാരണമാണ് ഗംഗയും അതിന്റെ പോഷക നദികളും എന്ന് പറയുന്നത്. അതായത് കുറഞ്ഞ ചിലവിൽ യാത്ര ചെയ്യാനും വിനിമയം സൗകര്യപ്രദമാക്കാനും അവർക്ക് സാധിച്ചു എന്നാണ് പറയുന്നത്. ഗംഗയും അതിന്റെ പോഷക നദികളും, അതായത് കുറഞ്ഞ ചിലവിൽ യാത്ര ചെയ്യാനും വിനിമയം എളുപ്പമാക്കാനും സാധിച്ചു. ഇനി അടുത്തൊരു പോയിന്റാണ് മഗധയുടെ തലസ്ഥാനങ്ങൾ സ്ഥിതി ചെയ്തിരുന്നത് തന്ത്രപ്രധാനമായിട്ടുള്ള സ്ഥലങ്ങളിലായിരുന്നു. മഗധയുടെ തലസ്ഥാനങ്ങള് സ്ഥിതി ചെയ്തിരുന്നത് തന്ത്രപ്രധാനമായിട്ടുള്ള സ്ഥലങ്ങളിലായിരുന്നു എന്നാണ് പറയുന്നത്. അതായത് മഗധയുടെ ആദ്യ തലസ്ഥാനമായിരുന്ന രാജഗൃഹം 5 കുന്നുകൾക്കിടയിലാണ് സ്ഥിതി ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ പുറമേ നിന്നുള്ള ആക്രമണങ്ങളെയൊക്കെ അത് തടഞ്ഞു നിർത്തുകയും ചെയ്തു. ഇനി ലാസ്റ്റ് ഇതൊരു പോയിന്റാണ് മഗധൻ ഭരണാധികാരികളുടെ നയങ്ങള്. മഗധൻ ഭരണാധികാരികളുടെ നയങ്ങള് ഇതും മഗധയെ ഒന്നാമതായിട്ട് എത്തിക്കാൻ സഹായിച്ചു എന്നാണ് പറയുന്നത്. അപ്പോ മഗധ എങ്ങനെയാണ് 16 മഹാജനപദങ്ങളിൽ നിന്ന് ഒന്നാമനായിട്ട് വളർന്നു വന്നത് എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ പോയിന്റ് മഗധ ഫലഭൂയിഷ്ടമായിട്ടുള്ള പ്രദേശമായിരുന്നു. രണ്ടാമത്തേത് തലസ്ഥാന നഗരത്തോട് ചേർന്നുള്ള ഇരുമ്പ് ഖനികൾ മഗധയുടെ കൈവശമായിരുന്നു. മൂന്നാമത്തേത് ഗംഗയും അതിന്റെ പോഷക നദികളും. അതേപോലെ അടുത്തതാണ് യുദ്ധത്തിലെ അല്ലെങ്കിൽ സൈന്യത്തിലെ ആനകളെ ഉപയോഗിച്ചു. അടുത്തതായിട്ട് തലസ്ഥാന നഗരങ്ങൾ സ്ഥിതി ചെയ്തിരുന്നത് തന്ത്രപ്രധാനമായിട്ടുള്ള സ്ഥലങ്ങളിലായിരുന്നു. ലാസ്റ്റ് പോയിന്റ് മഗധൻ ഭരണാധികാരികളുടെ നയങ്ങള്. അപ്പൊ ഇത് എക്സാമിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എല്ലാവരും പഠിച്ചിട്ട് പോകേണ്ട ഒരു ടോപ്പിക്കും കൂടിയാണ് കേട്ടോ. ഈ സെക്കൻഡ് ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ഉള്ള ഒരു കാര്യമാണ് മഗധ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ എല്ലാവരും എക്സാമിനൊക്കെ നന്നായിട്ട് പഠിച്ചിട്ട് പോവാ കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.